ഇപ്പം തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും. സ്കൂൾ മാത്രമല്ല, മറ്റേ വീടുകളോ അല്ലെങ്കിൽ ഗവൺമെൻറ് ബിൽഡിങ്ങിലോ ഇതെല്ലാം നോക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതൊരു അനുഭവമാണല്ലോ. അനുഭവം വെച്ചൊരു മരണം ജീവൻ പോയിട്ട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അത് വരാതെ കഴിക്കാനുള്ളൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇവർക്കിപ്പോൾ ഒരു 5 ലക്ഷം രൂപ കൊടുക്കുന്നില്ല. എത്രയാണ്? 5 ലക്ഷം കൊടുക്കും. ഇനി ബാക്കിയുള്ളത് അന്വേഷിച്ചിട്ട് ബാക്കിയുള്ളത് കൂടി കൊടുക്കും. അത് KSEB ആണോ ധനസഹായം നൽകുന്നത്? ഇപ്പോൾ KSEBയിൽ ഷോക്ക് ഏറ്റത് കൊണ്ട് ഒരു 5 ലക്ഷം കൊടുക്കും. 5 ലക്ഷമല്ല, കൂടുതൽ കൊടുക്കും. ഇപ്പോൾ ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിൽ 5 ലക്ഷം നിതിൻ്റെ കുടുംബത്തിന് ചെയ്തിട്ടില്ല. ഇത് സൂപ്പർവിഷൻ നോക്കേണ്ടതാണ്. അത് നടന്നിട്ടില്ല. അത് ഹെൽത്ത് ബോർഡിൻ്റെ ഭാഗത്തുനിന്നുള്ള ജീവനക്കാരുടെ വീഴ്ചയാണ്. ഇത് രണ്ടും ഏതാണെന്ന് നോക്കി പരിശോധിച്ച ശേഷം ഡീറ്റെയിൽ റിപ്പോർട്ട് ഇനി ഹയർ ഓഫീസേഴ്സ് നടത്തും. എന്നിട്ടേ നമുക്കൊരു നടപടി എടുക്കാൻ പറ്റും. ആരാ ഉത്തരവാദി എന്നൊക്കെ അറിയണമല്ലോ. ഇപ്പോഴുള്ള സ്കൂളിന്റെ ഭാഗത്ത് വീഴ്ച വന്നതായിട്ട് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. അത് അന്വേഷിച്ചിട്ട് നമ്മുടെ റിപ്പോർട്ടും വന്നിട്ടുണ്ട്. ഇവിടുത്തെ റിപ്പോർട്ട് നിങ്ങൾ രണ്ടാളുടെ റിപ്പോർട്ടിലും വന്നിട്ടുണ്ട്. അത് വന്നിട്ടുണ്ട്. അതേപോലെ ഇത് നോക്കേണ്ടതും ആർക്കാണ്? ജീവനക്കാർക്കുണ്ടല്ലോ. അത് നോക്കാത്തൊരു വീഴ്ചയും വന്നിട്ടുണ്ട്. രണ്ടും വന്നിട്ടുണ്ട്. അതാണ് ഇപ്പോൾ സമർപ്പിച്ച റിപ്പോർട്ടിലെ ഫൈൻഡിങ്സ്. അത് തന്നെയാണ് പറയണത്. വീഴ്ച വന്നിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞല്ലോ. രണ്ടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ റിപ്പോർട്ടിൻ്റെ കോപ്പി തരാം. അതെ, അതിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചിട്ട് ആരൊക്കെയാണ് ഉത്തരവാദിത്തം, അന്ന് സർവീസിലുണ്ടായിരുന്നവർ ആരൊക്കെയാണ് ചെയ്യുമ്പോൾ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണമല്ലോ ചെയ്യണമെങ്കിൽ. അത് ചിലവാക്കിയിട്ട് ചെയ്യുള്ളൂ കേട്ടോ. ശരി. അപ്പോൾ 8-15 കൊല്ലമായി വരും. എന്താ ചെയ്യാ? പിന്നെ ഡീറ്റെയിൽ ആരാ ഉത്തരവാദി എന്നൊക്കെ അറിയണ്ടേ? ഡീറ്റെയിൽ എൻക്വയറി നടത്തുക. അന്നത്തെ സർവീസിലുള്ളവരാരൊക്കെയാണ്, അവരുടെ ഇതിൽ എന്തെങ്കിലും അവർ വല്ല ഒബ്ജക്ഷൻ കൊടുത്തിട്ടുണ്ടോ? ഈ ഫിറ്റ്നസ് കൊടുക്കുക, വിദ്യാലയങ്ങൾക്ക് ഫിറ്റ്നസ് കൊടുക്കുക, അതിൽ AEO ഒക്കെ ഇടപെടൽ ഉണ്ടാവില്ലേ? AEO അവരൊക്കെ ഉണ്ടാകാതിരിക്കുക. അത് നോക്കട്ടെ ആരാണ്. അതല്ല, വിശദമായ അന്വേഷണം നടക്കുമ്പോഴേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഇല്ല എന്നാ പറയണത്. ഞാൻ ചോദിച്ചു. അതിൻ്റെ റിപ്പോർട്ടിൽ അതൊക്കെ നോക്കും വിശദീകരിച്ചിട്ട്.